ഹായ് ഓൾ, ഏവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ MCQ ഡിസ്കഷൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇന്ന് നമ്മളതിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫോർ എ സിലിക്കൺ സെമി കണ്ടക്ടർ at 300 Kelvin, the intrinsic carrier concentration is 1.5 into 10 raised to 10 centimeter per centimeter cube. If the donor concentration is 1 into 10 raised to 15 centimeter per centimeter cube, what is the whole concentration? Okay, അപ്പോൾ സെമി കണ്ടക്ടറിൽ നിന്നുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഒരു സിലിക്കൺ സെമി കണ്ടക്ടറിന് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷനും ഉണ്ട്, ഡോണർ കോൺസെൻട്രേഷനും ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹോൾ കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളതാണ്. സോ നമ്മൾ അതിന് ഏത് ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുക? ലോ ഓഫ് മാസ് ആക്ഷൻ വെച്ചിട്ടുള്ള ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എൻ എൻ ടൈപ്പ് ആയാൽ നമുക്ക് എന്ത് എഴുതാം? ഹോൾ കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ ബൈ NI² ബൈ NI² എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. NI² ബൈ ഡോണർ കോൺസെൻട്രേഷൻ. സാധാരണ നമ്മൾ അതിനെ എൻ ടൈപ്പ് ഇങ്ങനെയാണ് എഴുതുന്നത്, ഹോൾ കോൺസെൻട്രേഷൻ ഈക്വൽ ടു NI² ബൈ NE, വേർ NE ഈസ് ദ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. അങ്ങനെ പറഞ്ഞാണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ ഡോണർ എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് ഇക്വേഷൻ എങ്ങനെ മാറ്റി എന്നുള്ളതേ ഉള്ളൂ, NI² ബൈ ND എന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ NI²ൻ്റെ വാല്യൂ എത്രയായിരുന്നു? ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാമേ. NI²ൻ്റെ വാല്യൂ NI² 1.5 10 raised to 10. ഇവിടെ തന്നെ അങ്ങ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇക്വേഷൻ ഹോൾ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു intrinsic carrier concentration by intrinsic carrier concentration the square by ഇവിടെ ഡോണർ തന്നേക്കുന്നത് കൊണ്ട് ഡോണർ കോൺസെൻട്രേഷൻ എന്ന് കൊടുക്കുവാണേ, ഡോണർ കോൺസെൻട്രേഷൻ. സോ നമ്മൾ NI² ബൈ NE എന്ന് വിളിക്കുന്നു. NI² നോക്കാം. NI എവിടെ? ഓക്കെ, 1.5 ഇൻറ്റു 10 raised to 10 the whole square by NE. ഡോണർ കോൺസെൻട്രേഷൻ 10 raised to 15 ആണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. 1.5 the whole square into 10 raised to 20 by 10 raised to 15 എന്ന് വരുന്നു. സോ 1.5 the whole square എന്ന് പറഞ്ഞാൽ 2.25 ആണ്. ഓക്കെ, ഇൻറ്റു 10 raised to 20, 10 raised to 15 മുകളിൽ പോകുമ്പോൾ 10 raised to -15 ആവുന്നു. സോ അവർ ആൻസർ വിൽ ബി 2.25 into 10 raised to 5 per centimeter cube. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട് അല്ലേ, ഇതാ കിടക്കുന്നു. സോ ദിസ് ഈസ് ദ ആൻസർ, 2.25 into 10 raised to 5 per centimeter cube. അപ്പോൾ നമ്മളോട് സിലിക്കൺ സെമി ഒരു എൻ ടൈപ്പ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ, ഇപ്പോൾ ജർമ്മേനിയൻ തരികയാണ്, എൻ ടൈപ്പ് എന്ന് പറഞ്ഞ് തരികയാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷനും ഒപ്പം ഡോണർ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ടെങ്കിൽ ഹോൾ കോൺസെൻട്രേഷൻ കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഹോൾ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു NI² ബൈ NE. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ കോൺസെൻട്രേഷനും ഇലക്ട്രോൺ കോൺസെൻട്രേഷനും തന്നാൽ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ കാണാം, ഒപ്പം തിരിച്ച് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കാണണമെങ്കിലും ഈ ഇക്വേഷനിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രോബ്ലം ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ചെയ്യാനായിട്ടിരുന്ന പേജാണേ. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 2.25 into 10 raised to 5 per centimeter cube. Moving to the next question, 8th question. In BCS theory, Cooper pairs are composed of which of the following particles? അപ്പം ഇൻ BCS തിയറിയിൽ കൂപ്പർ പെയേഴ്സ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ പാർട്ടിക്കിൾസ് കൊണ്ടിട്ടാണ്? നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി പഠിച്ചപ്പോഴേ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് അല്ലേ. കൂപ്പർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെയർ ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ്, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. പെയർ ഓഫ് ഇലക്ട്രോൺസ് മൂവിങ് അല്ലെങ്കിൽ പെയറിങ് ടുഗെദർ, ടെൻഡിങ് ടു മൂവ്സ് ടുഗെദർ, അതാണ് നമ്മൾ പറഞ്ഞു. അവരുടെ പ്രത്യേകത എന്താ പറഞ്ഞത്? ദീസ് ഇലക്ട്രോൺസ് ആർ വിത്ത് സെയിം സ്പിൻ ആൻഡ് മൊമെൻറ്റം ആയിരുന്നോ? അല്ല. ഓപ്പോസിറ്റ് സ്പിൻ ആൻഡ് ഓപ്പോസിറ്റ് സെയിം സ്പിൻ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റം ആണോ? ഓപ്പോസിറ്റ് സ്പിൻ ആൻഡ് സെയിം മൊമെൻറ്റം ആണോ? ഇതൊന്നുമല്ല. എന്തുമായിരുന്നു? ദേ ആർ ദ 2 ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ ആൻഡ് മൊമെൻറ്റം. അപ്പോൾ ഓപ്പോസിറ്റ് സ്പിന്നും മൊമെൻറ്റവുമുള്ള 2 ഇലക്ട്രോൺസ് ആണ് കൂപ്പർ പെയറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. നോക്കിക്കേ, അറ്റ് നോർമൽ ടെമ്പറേച്ചർ നമ്മൾ BCS തിയറി പറഞ്ഞ സമയത്ത് കൂപ്പർ പെയർ ഫോർമേഷൻ ആണെന്ന് എഴുതിയേക്കുന്നത്. അറ്റ് നോർമൽ ടെമ്പറേച്ചർ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ടു സ്മോൾ ആണ്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ പെയറിങ് സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞു. ആൻഡ് ട്രാൻസിഡൻറ്റ് ടെമ്പറേച്ചർ TCയേക്കാൾ താഴ്ന്നു പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷന് ഒരു മാക്സിമം വാല്യൂ എത്തുന്നു. ആ സമയത്ത് ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസ് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സ്പിന്ന് വരുന്നു. ആൻഡ് ദെൻ എന്താണ്? ഈ ഇലക്ട്രോൺസ്
പിന്നീട് പെയേഴ്സ് ആയിട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കൂപ്പർ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഫോംഡ് ബൈ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്പിന്നും മൊമെൻറ്റവും ആയിരിക്കണം ഇൻ ദ ഫോണോൺ സ്പീഡ്. ഇതാണ് നമുക്ക് വേണ്ടുന്ന പോയിന്റ് അല്ലേ, ഓപ്പോസിറ്റ് സ്പിൻ ആൻഡ് മൊമെൻറ്റം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത, കൂപ്പർ ഇലക്ട്രോൺസിൻ്റെ ഒരു 5-6 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂപ്പർ ഇലക്ട്രോൺസിൻ്റെ 5 ക്യാരക്ടറിസ്റ്റിക്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് അന്നേ നമ്മൾ പറഞ്ഞു. എന്താണ്? ഓപ്പോസിറ്റ് സ്പിൻ ബൈ ആൻഡ് മൊമെൻറ്റം ഉള്ള ഇലക്ട്രോൺസ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ആൻസർ നമുക്ക് നോക്കാം. കറക്റ്റ് ആണ്. ഇൻ BCS തിയറി കൂപ്പർ പെയേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 2 ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻസ് ആൻഡ് മൊമെൻറ്റം. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ആൻഡ് പെനട്രേഷൻ ഡെപ്ത് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ. നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം അതുപോലെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ നോട്ടിലെടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കാരണം ആ നോട്ടിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും വന്നോ? ഇപ്പം മറ്റേ ബ്ലൂ LED കേസ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു LEDസിൻ്റെ ആ ഒരു എമിഷൻ ഒന്ന് നോക്കി വെക്കണേ, എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കൂപ്പർ പെയറൊക്കെ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോട്ട് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോട്ടിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അടിവരെ ഇട്ട് ആ നോട്ടിലെ എക്സ്പ്ലനേഷനാണ് എടുത്ത് കോപ്പി ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം നോട്ടിലുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ഫോളോ ചെയ്യുക, പഠിക്കുക. സോ നോക്കിയേ, ദ ലെങ്ത് ആൻഡ് പെനട്രേഷൻ ഡെപ്ത് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ ഈസ്. ഇപ്പോൾ ലെങ്ത് ആൻഡ് പെനട്രേഷൻ ഡെപ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു വീക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മളൊരു സൂപ്പർ കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു സ്മോൾ ഡിസ്റ്റൻസിലേക്ക് ആ മെറ്റീരിയൽ പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെങ്ത് ആൻഡ് പെനട്രേഷൻ ഡെപ്ത് ലാംഡ എന്ന് വിളിച്ചത്. അതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫീൽഡ് H എന്ന് പറയുന്നത് എന്തായിരിക്കണം? H എന്ന് പറയുന്നത് H0 സർഫസിലുള്ള ഫീൽഡിൻ്റെ 1/e ടൈംസ് ആവുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാംഡ കൊണ്ട് ഡിഫൈൻ ചെയ്തത്. ശേഷം നമ്മൾ ലാംഡയും ടെമ്പറേച്ചറും തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണെന്നും ലാംഡയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ ലാംഡ ഈക്വൽ ടു ലാംഡ 0/1 - T/Tc the whole raised to half വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കേസിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദ ഫോളോയിങ് ഇക്വേഷൻ represent the variation of length and penetration depth with the temperature. ചോദിച്ചൂടെ അവർക്ക്? ചോദിക്കാൻ ഉറപ്പാണ്. കാരണം PSCക്ക് ചോദിക്കാൻ, കാരണം നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമാണത്. 4 ഓപ്ഷൻ നമുക്ക് ഒരേപോലെ ഇരിക്കുന്ന 4 MCQ തരും. നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. ഇവിടെ നമുക്ക് ജസ്റ്റ് ലാംഡയുടെ ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ലാംഡയുടെ ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. റൂട്ട് ഓഫ് m by mu0 ns e² ആണ് നമ്മുടെ ലെങ്ത് ആൻഡ് പെനട്രേഷൻ ഡെപ്തിൻ്റെ ഇക്വേഷൻ. mu0 എന്ന് പറഞ്ഞിരിക്കുന്നത് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, m എന്ന് പറഞ്ഞിരിക്കുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, ns എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഡെൻസിറ്റി ഓഫ് സൂപ്പർ ഇലക്ട്രോൺസ്, e എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ലെങ്ത് ആൻഡ് പെനട്രേഷൻ ഡെപ്തിൻ്റെ ഇക്വേഷൻ മാത്രം ജസ്റ്റ് പഠിച്ചു വെക്കുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് എടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. കിടക്കുന്നു. ദ ലെങ്ത് ആൻഡ് പെനട്രേഷൻ ഡെപ്ത് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ ഈസ് ലാംഡ ഈക്വൽ ടു റൂട്ട് ഓഫ് m by n mu0 e². ഇവിടെ നമ്മൾ നമ്മുടെ നോട്ടിൽ NS ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. NS എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഡെൻസിറ്റി ആണെന്ന് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ്, ഇത് നമ്മൾ പഠിച്ചപ്പോഴേ ക്ലാസ്സിൽ പറഞ്ഞ ഈ ക്രിട്ടിക്കൽ ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ക്രിട്ടിക്കൽ ഫീൽഡ് ഇപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ. നമ്മൾ അതന്നെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോക്കിക്കേ, വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ഫീൽഡ് ഫോർ ലെഡ് അറ്റ് 3.59 Kelvin ഇഫ് ദ ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 0 Kelvin ഈസ് 6.5 × 10⁴ Ampere/meter. ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോർ ലെഡ് ഈസ് 7.18 Kelvin. ഇതെല്ലാം കൂടെ കണ്ടങ്ങ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെ തന്നിട്ടുണ്ടോ അതങ്ങോട്ട് എടുത്ത് എഴുതി വെക്കുക. നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. HCF = H0 × 1 - T/Tc the whole square. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നോരോന്ന് എടുത്തെഴുതി നോക്കാം. തെറ്റിക്കാതിരിക്കാൻ വേണ്ടി എഴുതുന്നതേ ഉള്ളൂ. ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 3.5 Kelvin. അപ്പോൾ ടെമ്പറേച്ചർ ആണ് 3.59 Kelvin തന്നിരിക്കുന്നത്. ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 0 Kelvin തന്നിട്ടുണ്ട്. Hg(0) 6.5 × 10⁴ Ampere/meter. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോർ ലെഡ് തന്നിട്ടുണ്ട്. Tc = 7.18 Kelvin. 7.2 Kelvin എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ ഫീൽഡ് ഫോർ ലെഡ് ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ക്രിട്ടിക്കൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ HCT = Hc(0) × 1 - T/Tc the whole square. എല്ലാം തന്നിട്ടില്ലേ? HCF0 എന്ന് പറഞ്ഞിരിക്കുന്നത് 6.5 × 10⁴ × 1 - T എന്ന് പറയുന്നത്
3.59/c. TC എന്ന് പറഞ്ഞാൽ 7.18 ഹോൾ സ്ക്വയർ. ഈ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുക എന്നൊരു ടാസ്ക് മാത്രമേ നിങ്ങൾക്കുള്ളൂ. കുറച്ച് നേരം ഇതൊന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കറക്റ്റായിട്ട് വന്നോളൂ. സോ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 4.7875 × 10⁴ ആംപിയർ/മീറ്റർ എന്നാണ് കേട്ടോ. കറക്റ്റായിട്ട് ഈ ആൻസർ തന്നെ നമുക്ക് കിട്ടും. സോ ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. അതിലേക്ക് കൊടുത്തേക്കുന്ന വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ സെപ്പറേറ്റ് നമ്മൾ എഴുതിയിട്ട് ചെയ്താൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കും പ്ലസ് ടുവിലൊക്കെ പഠിച്ച ലെവലാണല്ലോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 11th question. Which of the following applications are infrasonic waves mostly used? അപ്പോൾ എന്താണ്, ഏത് ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട്സിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? സോ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആപ്ലിക്കേഷൻസ് ആർ ഇൻഫ്രാസോണിക് വേവ്സ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് എന്നാണ് നമ്മുടെ ചോദ്യം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇൻഫ്രാസോണിക് സൗണ്ട്, എന്താണ് അൾട്രാസോണിക് സൗണ്ട്? നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് ഒരു റേഞ്ച് ഓഫ് ഹിയറിംഗ് ഉണ്ട് അല്ലേ? എത്ര നമ്മുടെ റേഞ്ച് ഓഫ് ഹിയറിംഗ്? 20 Hz to 20,000 Hz ആണ് നമ്മുടെ റേഞ്ച് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 20 Hz to 20,000 Hz. അപ്പോൾ നമുക്ക് ഈ 20 Hz താഴെയുള്ള ശബ്ദങ്ങളും 20,000 Hz മുകളിലുള്ള ശബ്ദങ്ങളും കേൾക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ 20 Hz പക്ഷേ ഇത് കേൾക്കാൻ കഴിയുന്ന കുറേ അനിമൽസ് നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ 20,000 Hz എന്ന് പറയുന്ന സൗണ്ടിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ 20 kHz എന്ന് പറയുന്ന സൗണ്ടിനേക്കാൾ കൂടുതൽ കേൾക്കാൻ കഴിവുള്ളൊരു ജീവിയാണ് ഒരു ബാറ്റ്. ഒരു ബാറ്റ് അല്ല, ഒരു മാമലാണ് ബാറ്റ്. ബാറ്റ് ഇര പിടിക്കുന്നത്, അതിൻ്റെ പ്രെഡേറ്ററായിട്ട് ബാറ്റ് ആക്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് 20 kHz മുകളിൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെയാണ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നത്. ആ ഒരു സൗണ്ടിൻ്റെ യൂസോട് കൂടിയാണ് ബാറ്റ് തൻ്റെ പ്രേയെ കണ്ടെത്തുന്നത്. ഓക്കെ, അതേസമയം 20 Hz താഴെയുള്ള സൗണ്ടുകളെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നത്. സോ അത് കേൾക്കാൻ കഴിയുന്ന ഒരുപാട് അനിമൽസ് നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ ഡോഗുകൾ, അതുപോലെ കൗ, പിന്നീട് ചെറിയ ചെറിയ മീനുകൾ, അങ്ങനെയൊക്കെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 20 Hz താഴെയുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ തന്നെ നമ്മുടെ ആൻസർ കിട്ടും കേട്ടോ. ഈ ഭൂമികുലുക്കമൊക്കെ വരുമ്പോഴേ, എർത്ത് ഒക്കെ വരുമ്പോൾ ആദ്യം അലേർട്ട് ആവുന്നത് ഈ പട്ടികളും കൗ പോലുള്ള മൃഗങ്ങളായിരിക്കും. കാരണം ഈ എർത്ത് ക്വേക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് തന്നെ ഇൻഫ്രാസോണിക്കാണ്. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ 20 Hz താഴെയുള്ളതാണ്. അപ്പോൾ ഈ എർത്ത് ക്വേക്ക് കേൾക്കാൻ പറ്റുന്ന ഡോഗുകൾക്കും കൗകൾക്കും പെട്ടെന്ന് അവർ അലേർട്ട് ആവുകയും ഒരു അസ്വസ്ഥമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. എർത്ത് ക്വേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവം അവർക്കാണ് ആദ്യം കിട്ടുന്നത്. സോ ഇൻഫ്രാസോണിക് വേവ്സിൻ്റെ ആപ്ലിക്കേഷൻ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് എർത്ത് ക്വേക്ക് മോണിറ്ററിങ്. ഓക്കെ, ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ അൾട്രാസോണിക് വേവ്സ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Ultrasonic sounds have many uses including medical imaging, cleaning and locating objects. അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു സൗണ്ട്, ടൈപ്പ് ഓഫ് സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. മെഡിക്കൽ ഇമേജിങ്ങിലും ക്ലീനിങ്ങിലും ഒബ്ജക്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാനും നമുക്ക് ഈ അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിക്കേ, മെഡിക്കൽ ഇമേജിങ്ങിൽ എവിടെയൊക്കെയാണ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെയാണ് അൾട്രാസോണോഗ്രഫി. എവിടെയാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണോഗ്രഫിയിൽ. ഓക്കെ, അപ്പോൾ അൾട്രാസോണോഗ്രഫിയിൽ എന്താ ചെയ്യുന്നത്? അതൊരു ഡയഗ്നൈസിങ് ഇമേജിങ് ടെക്നിക്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴായാലും അൾട്രാസോണിക് വേവ്സ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം അൾട്രാസോണോഗ്രഫി ഡയഗ്നോസ്റ്റിക് ഇമേജിങ് ടെക്നിക്കാണ് ദാറ്റ് യൂസസ് അൾട്രാസൗണ്ട് പൾസസ് ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ്, മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ്. ദീസ് ഇമേജസ് ആർ കാൾഡ് സോണോഗ്രാംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ് എന്ന് പറയുന്നത് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു അൾട്രാസോണോഗ്രഫിയിൽ നമ്മൾ ഇമേജസ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗൻസിൻ്റെയും മസിൽസിൻ്റെയും ജോയിൻസിൻ്റെയും ഒക്കെ ഇമേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് പൾസസിനെയാണ്, ഈ ഇമേജസിനെ വിളിക്കുന്ന പേരാണ് സോണോഗ്രാംസ്. ഓക്കെ, രണ്ടാമത്തെയാണ് ഒബ്സ്ട്രിക്ട്രിക്സ്. ഒബ്സ്ട്രിക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏറ്റവും നല്ല ഒരു ഇത് നമ്മൾ ഈ ഗൈനക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് കേട്ടോ. ഗൈനക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടേമാണ്. നമ്മൾ ബോർഡൊക്കെ എഴുതി വെച്ചേക്കുന്നത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ ആ പേരിട്ടാണ് വിളിക്കുന്നത്, ഒബ്സ്ട്രിക്ട്രിക്സ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫീറ്റസിൻ്റെ ഇമേജ്
നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലേക്ക് ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് നീഡിൽസിനെ ഗൈഡ് ചെയ്യാനും ഒപ്പം ഫീറ്റസിൻ്റെ ഇമേജ് നമ്മളിപ്പോൾ ഓരോ മന്ത് സ്കാനിങ് പറയുമല്ലോ. ഇപ്പോൾ തേർഡ് മന്ത് സ്കാൻ, NT സ്കാൻ ഉണ്ട്, 5th ഉണ്ട്, 8th ഉണ്ട്, ഗ്രോത്ത് സ്കാൻ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സ്കാനുകൾ നമ്മൾക്ക് പറയും. അപ്പോൾ ആ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് തൻ്റെ ഫീറ്റസിൻ്റെ ഇമേജ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കാനാണ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അൾട്രാസൗണ്ട് ഇമേജിങ്ങിനെയാണ് നമ്മൾ ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ വളരെ മോസ്റ്റ് വൈഡ്ലി ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഈ അൾട്രാസൗണ്ട് ഇമേജിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗൈനക്കോളജി വിഭാഗത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫീറ്റസിൻ്റെ ഇമേജ് കാണാനും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് നീഡിൽസിനെ ഗൈഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു അൾട്രാസൗണ്ട് ഇമേജിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അൾട്രാസോണിക് സൗണ്ട്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ക്ലീനിങ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അൾട്രാസോണിക് ക്ലീനിങ് ഒബ്ജക്ട്സ് വിത്ത് ഹാർഡ് ടു ആക്സസ് പാർട്സ് ലൈക്ക് ഇലക്ട്രോണിക് കമ്പോണൻസ് ഓർ സ്പൈറൽ ട്യൂബ്സ്. അപ്പം എന്താണ്, വളരെ നമുക്ക് കൈ എത്തിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെന്നെത്താൻ കഴിയാത്ത ഭാഗത്ത് വരെ ക്ലീനിങ് ചെയ്യുക. ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെയൊക്കെ ഭാഗത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അൾട്രാസോണിക് വേവ്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ അൾട്രാസോണിക് ക്ലീനിങ് എന്ന് പറയുക. ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് സബ്മേഴ്സ്ഡ് ഇൻ എ ക്ലീനിങ് മെറ്റീരിയൽസ് ആൻഡ് അൾട്രാസോണിക് വേവ്സ് ആർ അബ്സോർബ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഏത് മെറ്റീരിയലിനെയാണോ ക്ലീൻ ചെയ്യേണ്ടത് ആ മെറ്റീരിയലിനെ നമ്മൾ ക്ലീനിങ് മെറ്റീരിയൽസിലേക്ക് സബ്മേർജ് ചെയ്തിട്ട് അതിലേക്ക് അൾട്രാസോണിക് വേവ്സിനെ അബ്സോർബ് ചെയ്യിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ലൊക്കേറ്റിംഗ് ഒബ്ജക്ട്സ്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സോണാർ. എല്ലാവർക്കും അറിയാവുന്നതാണ് സോണാർ. ഇപ്പോൾ എക്കോ ലൊക്കേഷന് വേണ്ടി സോണാർ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വേവ്സിനെയാണ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ടു ഒബ്ജക്ട്സ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു റീച്ച്. അതായത് നമുക്ക് എത്തിപ്പെടാൻ പാടുള്ളിടത്തൊക്കെ, പക്ഷേ സബ്മറൈൻസ്, ഷിപ്സ് പോലുള്ളിടത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് അൾട്രാസോണിക് സൗണ്ടാണ് സോണാർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ എക്കോ ലൊക്കേഷൻ എന്ന് വിളിക്കാം. ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ അൾട്രാസൗണ്ട് ടു ബൗൺസ് ബാക്ക് ഫ്രം ദ ഒബ്ജക്റ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്. അതായത് ഈ അൾട്രാസോണിക് സൗണ്ട് നമ്മൾ പാസ് ചെയ്തതിന് ശേഷം അത് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് എത്ര ദൂരെയാണ് ആ ഒബ്ജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സോണാർ ഉപയോഗിച്ച് അല്ലെങ്കിൽ എക്കോ ലൊക്കേഷൻ നമ്മൾ സഹായിക്കുന്ന ടൈപ്സ് ഓഫ് വേവ്സ് അല്ലെങ്കിൽ സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലിത്തോട്രിപ്സി. എന്താണ്, നമ്മൾ ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ കിഡ്നി സ്റ്റോൺസിൻ്റെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആണ്. ദാറ്റ് യൂസസ് ഫോക്കസ്ഡ് അൾട്രാസോണിക് എനർജി ഓർ ഷോക്ക് വേവ്സ് ടു ബ്രേക്ക് അപ്പ് ദ സ്റ്റോൺ. അപ്പോൾ സ്റ്റോൺ നമ്മൾ കിഡ്നി സ്റ്റോണൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അല്ലേ, അപ്പോൾ കിഡ്നി സ്റ്റോണൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഫോർ കിഡ്നി സ്റ്റോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ലിത്തോട്രിപ്സി. ഇപ്പോൾ ലിത്തോട്രിപ്സിയിൽ യൂസ് ചെയ്യുന്നതും അൾട്രാസോണിക് വേവ്സ് തന്നെയാണ്. ദെൻ മറ്റ് യൂസസ് ആയിട്ട് പറയുന്നത് പെയിൻ റിലീഫ് ഇൻ മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ്. ഇനി മെറ്റൽ ഷീറ്റ്സിലും ബ്ലോക്കിലും എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. റിമൂവിങ് ഗ്രീസ് ഓർ ഡേറ്റ് ഫ്രം മെറ്റീരിയൽസിൽ എന്തെങ്കിലുമൊക്കെ അഴുക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. ദെൻ ലൊക്കേറ്റിംഗ് ഫിഷ്, ഷോൾസ് ഓഫ് ഫിഷ്, ലൊക്കേറ്റിംഗ് ഫിഷ് ഇൻ ദ സീ. ഇപ്പോൾ സീയിൽ ഈ മീനുകളിലേക്ക് നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ, അതായത് നമ്മൾ സീ എന്ന് പറയുമ്പോൾ സബ്മറൈനും ഷിപ്പും ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ വൈഡായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട്സ്. നേരത്തെ പറഞ്ഞ പോലെ ബാറ്റ് ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ട്സ് ആണ്. തൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാനും ഒപ്പം ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് ബാറ്റിനുണ്ട്. എന്നാൽ നമുക്കതില്ല കേട്ടോ. അപ്പോൾ അൾട്രാസോണിക് വേവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഈ സോണാർ ഡിറ്റക്ഷൻ, സോണാർ ഡിറ്റക്ഷനും ഒപ്പം അൾട്രാസോണിക് ക്ലീനിങ്, മെഡിക്കൽ ഇമേജിങ്, ഇത് മൂന്നും വരുന്നത് അൾട്രാസോണിക് വേവ്സിൻ്റെ ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ ഇൻഫ്രാസോണിക് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എർത്ത് കേക്സ് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ നായ്ക്കളെ, ഡോഗ്സിനെയൊക്കെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലില്ലേ, അപ്പോൾ ഗാൾട്ടൺ വിസിലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതും ഡോഗ്സിന് കേൾക്കാൻ പറ്റും. അത് ഇൻഫ്രാസോണിക് ആണ് വേവ്സ്. ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻഫ്രാസോണിക് വേവ്സിൻ്റെ കൂടെ ആഡ് ചെയ്യാം. Okay, 12th question. What does an acoustic absorption coefficient alpha value of 1 indicate? അപ്പോൾ അക്വസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് ആൽഫ, അക്വസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആൽഫ ഓഫ് വാല്യൂ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഈ അക്വസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്ന് നോക്കാം. നോക്കിക്കേ, ദ സൗണ്ട് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓർ അക്വസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആൽഫ ഈസ് എ നമ്പർ ദാറ്റ് മെഷേഴ്സ് ഹൗ വെൽ എ മെറ്റീരിയൽ അബ്സോർബ് സൗണ്ട് എനർജി. അപ്പോൾ ഒരു മെറ്റീരിയൽ എത്രത്തോളം നന്നായിട്ടാണ് സൗണ്ട് എനർജിയെ അബ്സോർബ് ചെയ്യുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു നമ്പർ അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്ന ഒരു നമ്പറാണ് ആൽഫ അഥവാ സൗണ്ട് അബ്സോർപ്ഷൻ
കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ അക്വസ്റ്റിക് പെർഫോമൻസ് ഓഫ് എ മെറ്റീരിയൽ. ഇപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ അക്വസ്റ്റിക് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക അക്വസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ആൽഫ. ഇനി എന്തൊക്കെയാണത് മെഷർ ചെയ്യുന്നത് നോക്കിക്കേ. സൗണ്ട് അബ്സോർപ്ഷൻ ഒപ്പം സൗണ്ട് റിഫ്ലക്ഷൻ. അതായത് ഈ ഒരു മെറ്റീരിയൽ എത്രത്തോളം സൗണ്ട് എനർജി, എത്ര പെർസെൻറ്റേജ് ഓഫ് സൗണ്ട് എനർജിയാണ് അബ്സോർബ് ചെയ്തത്, അതാണ് സൗണ്ട് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എത്രത്തോളം സൗണ്ട് എനർജി റിഫ്ലക്ട് ചെയ്തു, അതാണ് സൗണ്ട് റിഫ്ലക്ഷൻ. അപ്പോൾ അക്വസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആൽഫ വെച്ചിട്ട് നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ അക്വസ്റ്റിക് പെർഫോമൻസ് മെഷർ ചെയ്യാം. എത്രത്തോളം നന്നായിട്ട് ഒരു ഒബ്ജക്റ്റ് മെറ്റീരിയലിനെ അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ള ബേസിസിൽ നമുക്കതിൻ്റെ 3 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അക്വസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്പറാണെന്ന് പറഞ്ഞു. അത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ്സ് എ നമ്പർ ബിറ്റ്വീൻ 0 ആൻഡ് 1. ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ നോ സൗണ്ട് അബ്സോർപ്ഷൻ, എന്താണ്, സൗണ്ട് അബ്സോർപ്ഷനേ ഇല്ല എന്നുള്ളതാണ് ആൽഫ ഈക്വൽ ടു 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സൗണ്ട് അബ്സോർപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ആ സൗണ്ടിനെ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യുന്നു. അതാണ് ആൽഫ ഈക്വൽ ടു 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ത് വരും? വാട്ട് ഡസ് ആൻ അക്വസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആൽഫ വാല്യൂ ഓഫ് 1 ഇൻഡിക്കേറ്റ്? ഇറ്റ് മീൻസ് 1 എന്ന് പറയുമ്പോഴേ നമ്മൾ പറഞ്ഞു ദ മെറ്റീരിയൽ അബ്സോർബ്സ് ഓൾ എനർജി, അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, എല്ലാ സൗണ്ട് എനർജിയും അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. മെറ്റീരിയൽ അബ്സോർബ്സ് ഓൾ സൗണ്ട് എനർജി. ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ ദർ ഇസ് നോ സൗണ്ട് അബ്സോർപ്ഷൻ അറ്റ് ഓൾ. Okay, 13th question. A change in the intensity level of 1 decibel alters the intensity of sound by. അതായത് 1 decibel ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി ലെവലിൽ ഉണ്ടാവുന്ന ചേഞ്ച് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയെ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ രൂപത്തിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഡെസിബലിലുള്ള ഇൻറ്റൻസിറ്റി ലെവലിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. L ഈക്വൽ ടു 10 log 10 I/I0. ഓക്കെ, അപ്പോൾ അത് ഡെസിബലിലുള്ള ഇൻറ്റൻസിറ്റി ലെവലിൻ്റെ ഇക്വേഷനാണ്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1 decibel ഇൻക്രീസാണ്. അപ്പോൾ L എന്നുള്ളത് L+1 ആകുമ്പോൾ നമുക്ക് I എന്നുള്ളത് I0ക്ക് മാറ്റമൊന്നുമില്ല. I എന്നുള്ളത് I1 ആവുന്നു, അല്ലെങ്കിൽ ഇത് നമ്മൾ I1 ആയിട്ട് എടുത്താൽ ഇതെന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? I2 ആയിട്ട് മാറുന്നു. ഈ 2 ഇക്വേഷനും സബ്ട്രാക്ട് ചെയ്തേ നമുക്ക് എന്ത് കിട്ടും? 1 മാത്രം ഇവിടെ കിട്ടും. ദെൻ ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ 10 log I2/I0 മൈനസ് 10 log I1/I0. ദിസ് ഈസ് അവർ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ്. അത് വന്ന എങ്ങനെയാണെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ഇക്വേഷൻ. L ഈക്വൽ ടു ഡെസിബലിലുള്ള ഇൻറ്റൻസിറ്റി ലെവൽ L ഈക്വൽ ടു 10 log to the base 10 ഓഫ് I/I0 അല്ലെങ്കിൽ I1/I0. എത്ര ഇൻക്രീസ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ 1 decibel ആയതുകൊണ്ട് L എന്നുള്ളത് L+1 ആയിട്ട് മാറി, വിച്ച് ഈസ് ഈക്വൽ ടു 10 log 10 to I2/I0 എന്ന് കിട്ടുന്നു. ദെൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ 1 ഈക്വൽ ടു, ഈ 1 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 1 decibel ആണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു 10 log 10 I2/I0 മൈനസ് 10 log 10 I1/I0. ഓക്കെ, അതിൻ്റെ ബാക്കി അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 10 log 10 I2/I0 എഴുതിയേക്കുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഇവിടെ ജസ്റ്റ് നമ്മുടെ ലോഗരിതത്തിൻ്റെ ഡെഫിനേഷൻ മാത്രമേ ഉള്ളൂ. ദെൻ log A മൈനസ് log B, അതല്ലേ ഇവിടെ വന്നേക്കുന്നത്? log A മൈനസ് log B. log A മൈനസ് log B എന്ന് പറഞ്ഞാൽ log ഓഫ് A/B ആണ് കേട്ടോ. log ഓഫ് A/B. സോ നമുക്ക് log ഓഫ് A ആണ് നമ്മുടെ I2/I0, B ആണ് നമ്മുടെ I1/I0. സോ log A/B എന്ന് കിട്ടി. സോ 1 ഈക്വൽ ടു 10 log ഓഫ്, ഇതിനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമെന്ന് അറിയാമല്ലോ. ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 10 log ഓഫ് I2/I1 എന്ന് കിട്ടുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, നമ്മൾ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ആൻറ്റി ലോഗ് ഓഫ് 0.1 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1.26 എന്ന് കിടപ്പുണ്ട് കേട്ടോ. ചിലതിൻ്റെയൊക്കെ ആൻറ്റി ലോഗ് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതൊരു ഇക്വേഷൻ അറിയാമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ജോലിയേ ഉള്ളൂ. സോ 0.1 ഈക്വൽ ടു 10 log I2/I1 എന്ന് കിട്ടുന്നു. 0.1 അല്ല 1 ഈക്വൽ ടു എന്ന് കിട്ടുന്നു. അവിടെ നമ്മൾ 1/10 ഈക്വൽ ടു log to the base 10 I2/I1. സോ 1/10 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. സോ ആൻറ്റി ലോഗ് ഓഫ് 0.1 എടുക്കുമ്പോൾ നമുക്ക് I2/I1 എന്ന് കിട്ടും.
സോ I2 ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു, ആൻറ്റി ലോഗ് ഓഫ് 0.1 ഇൻറ്റു I1 എന്ന് കിട്ടുന്നു. ക്വസ്റ്റ്യനിൽ ആൻറ്റി ലോഗ് ഓഫ് 0.1 1.26 എന്ന് തന്നിട്ടുണ്ട്. സോ I2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു, I1ൻ്റെ 1.26, അതായത് 1 ഡെസിബിൾ ഇൻക്രീസ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇൻറ്റൻസിറ്റി 1.26 ടൈംസ് ആയിട്ട് മാറി അല്ലേ. നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി നമ്മൾ എപ്പോഴും ഏത് കേസിലും ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, I2 മൈനസ് I1 വെച്ചിട്ടാണ്. സോ ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഈക്വൽ ടു I2 മൈനസ് I1 ഈക്വൽ ടു I2ൻ്റെ സ്ഥാനത്ത് നമുക്ക് 1.26 I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് I1 ഈക്വൽ ടു 1.26 മൈനസ് 1 ചെയ്യുമ്പം 0.26 I1 എന്ന് കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മളിതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, I1ൻ്റെ 26% ആയിട്ട് I2 മാറുന്നതായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് a change in the intensity level of 1 decibel alters the intensity of sound by 26%. അത് ഇക്വേഷൻ വൈസ് ആണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അയ്യയുടെ ഇക്വേഷൻ വെച്ചിട്ട് ചേഞ്ച് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ലോഗരിതം ആൻറ്റി ലോഗൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി ആൻസർ ലാസ്റ്റ് എടുക്കുമ്പോൾ ആ ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ 1.26% എന്നും കാണും. പക്ഷേ അത് നമ്മൾ മാർക്ക് ചെയ്യരുത്, ബിക്കോസ് അതല്ല ആൻസർ. കാരണം നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ആവേണ്ടത്. സോ പുതിയ ഇൻറ്റൻസിറ്റി മൈനസ് പഴയ ഇൻറ്റൻസിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ 26% എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോപ്പർട്ടി ഓഫ് സൗണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് പിച്ച്. അപ്പോൾ പിച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സൗണ്ടിൻ്റെ ഏത് പ്രോപ്പർട്ടി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ പിച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സൗണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ് ഫ്രീക്വൻസി. കാരണം ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇറ്റ്സ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഗോയിങ് ഇൻ 1 സെക്കൻഡ് ആണ്. അപ്പോൾ ഫ്രീക്വൻസിയും പിച്ചും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഹൈ ഫ്രീക്വൻസി ഉള്ള സൗണ്ടിന് ഹയർ പിച്ച് ആയിരിക്കും, ലോവർ ഫ്രീക്വൻസി ഉള്ള സൗണ്ടിന് ലോ പിച്ച് ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഹയർ പിച്ച് ആണെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഇതാ, നമ്പർ ഓഫ് വേവ്സിൻ്റെ എണ്ണം നോക്കിയാൽ മതി. ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഹൈ പിച്ച്. അപ്പോൾ പിച്ചിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് ഫ്രീക്വൻസി. ഇവിടെ നമുക്ക് ഒറ്റ വേവിൻ്റെ ഒരു ഭാഗം മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഇസ് ലോ ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് അത് ഡീപ്പർ പിച്ച് അല്ലെങ്കിൽ ലോ പിച്ച് ആയിരിക്കും. ഇവിടെ അഡീഷണൽ ആയിട്ട് കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ക്വൈറ്റർ ലൗഡ്, അതായത് നമ്മുടെ സൗണ്ട് ലൗഡ് ആണോ സോഫ്റ്റ് ആണോ അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് ആംപ്ലിറ്റ്യൂഡ്. സോ പിച്ചിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ലൗഡ്നെസ്സിൻ്റെ കാര്യം കൂടെ പറയുന്നതേ ഉള്ളൂ. പിച്ചിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടി ഫ്രീക്വൻസി ആണെങ്കിൽ ലൗഡ്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടി ആംപ്ലിറ്റ്യൂഡാണ്. ഇവിടെ നോക്കിയാൽ മതി, ആംപ്ലിറ്റ്യൂഡ് ചെറുതാണ്, മാക്സിമം ഡിസ്റ്റൻസിനല്ലേ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. അപ്പോൾ ക്വൈറ്റർ സൗണ്ട് ആണ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ്. സോ അത് ലൗഡർ സൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ലൗഡ്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയാണ് പിച്ചിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ. അപ്പോൾ നമ്മുടെ ആൻസർ വരിക, അത് പ്രോപ്പർട്ടി ഓഫ് സൗണ്ട് ക്ലോസ് റിലേറ്റഡ് ടു പിച്ച് ഈസ് ഫ്രീക്വൻസി. In 15th question, what is the primary purpose of using a coupling gel in medical ultrasound imaging? അപ്പോൾ ഒരു മെഡിക്കൽ അൾട്രാസൗണ്ട് ഇമേജിങ്ങിൽ നമ്മൾ നേരത്തെ ഫീറ്റസിനെ കാണുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് പറഞ്ഞു അല്ലേ, ആ സമയത്ത് നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ നമ്മുടെ അബ്ഡോമൻ്റെ മുകളിലായിട്ട് ഒരു ജെല്ല് ഉപയോഗിക്കാറുണ്ട്. ആ ജെല്ലാണ് കപ്ലിംഗ് ജെൽ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കപ്ലിംഗ് ജെൽ ഉപയോഗിക്കാനുള്ള റീസൺസ് പർപ്പസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അൾട്രാസൗണ്ട് ജെൽ ഓൾസോ കോൾഡ് അൾട്രാസൗണ്ട് കപ്ലിംഗ് ജെല്ല് ഓർ നമ്മളതിനെ സോണോഗ്രാഫിക് ജെൽ എന്ന് വിളിക്കുന്നുണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടി കിട്ടാൻ വേണ്ടിയാണ്, ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് അൾട്രാസൗണ്ട് ഇമേജസ്. അപ്പോൾ അതൊരു ക്ലിയർ ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് അവർ ചെയ്തിട്ട് ഡോക്ടർ ചെയ്തിട്ടാണ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജിങ് കാണിക്കുക. അപ്പോൾ പർപ്പസിനുള്ള ഒന്നാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈം പർപ്പസ് എയർ ഗ്യാപ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഒരു സ്കിൻ ആൻഡ് അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ അവിടെ നമ്മളൊരു പ്രോബാണ് ഉപയോഗിക്കുന്നത്. ഡോക്ടർ ഒരു പ്രോബിനെ എടുത്തിട്ട് അതിൻ്റെ മണ്ണിലേക്കാണ് ജെല്ല് ഒഴിച്ചിട്ടാണ് നമ്മുടെ അബ്ഡോമനിൽ വെച്ചിട്ട് തേക്കുക. അപ്പോൾ ആ സ്കിന്നും ആ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇടയ്ക്കുള്ള എയർ സ്പേസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു മെയിൻ പർപ്പസ്. കാരണം അൾട്രാസൗണ്ട് വേവ്സിന് എയറിലൂടെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജെല്ല് എന്ത് ചെയ്യുന്നു, ആ സ്കിന്നിനും അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസറിനും ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പ് കുറയ്ക്കുന്നു. പിന്നെ നമുക്ക് അക്വസ്റ്റിക് കപ്ലിംഗ് കൂട്ടാം, അതായത് അബ്സോർപ്ഷൻ റിഫ്ലക്ഷൻ ഓഫ് എനർജിയൊക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനും ഈ ജെല്ലിന് സാധിക്കുന്നുണ്ട്. ഒരു ക്ലിയർ ഇമേജ് പ്രൊഡക്ഷന് നമുക്ക് ജെല്ല് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ പ്രൈം പർപ്പസ് ആയിട്ട് നമ്മൾ പറയുന്നത് ട്രാൻസ്ഡ്യൂസറിൻ്റെയും സ്കിന്നിൻ്റെയും ഇടയ്ക്കുള്ള എയർ സ്പേസ് അല്ലെങ്കിൽ എയർ ഗ്യാപ്പിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ നോട്ടിൽ തന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം MCQ സെഷനിലേക്ക് കടക്കുക. ഓക്കെ, ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു.